ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു JB Anglers and Adventures. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിൽ നിന്നും സിറ്റിയിൽ നിന്നൊക്കെ മാറി ബൈസൺ വാലി റൂട്ട്, അതായത് നമ്മളിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്ന റിസോർട്ടിൻ്റെ പേരാണ് ബാംബു ഡെയർ റിസോർട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര അങ്ങോട്ടാണ്. അപ്പോൾ നമ്മൾ കാലിക്കറ്റിൽ നിന്നും ലാസ്റ്റ് വീഡിയോ കണ്ടുവർക്കറിയാം, നമ്മൾ കാലിക്കറ്റിലായിരുന്നു. അവിടുന്ന് രാവിലെ ഒരു 7:30 ഇറങ്ങിയതായിരുന്നു. മൂന്നാറിലിപ്പോൾ എത്തുമ്പോൾ നമ്മൾ ഏകദേശം ഒരു 5:30 ഈവനിങ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ബാംബു ഡെയർ എന്ന റിസോർട്ടിൻ്റെ എൻട്രൻസിലേക്കാണ് പോയിക്കൊണ്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ ബാംബു ഡെയർ റിസോർട്ട്. ഇതിൻ്റെ പാർക്കിംഗ് ആണ് നിങ്ങൾ ഫ്രണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ കാണുന്ന ബിൽഡിംഗ് ആണ് ഇവരുടെ റിസപ്ഷൻ. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, റെസ്റ്റോറൻറ്റ് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കൂടുതൽ നമ്മൾ വീഡിയോസ് ലെങ്തി ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, മറിച്ച് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോനകത്ത് നമ്മൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഇതിൻ്റെ പ്രൈസും ലൊക്കേഷൻ ഡീറ്റെയിൽസ്, ചെക്ക് ഇൻ ടൈം, ഇതൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇറങ്ങുമ്പോൾ തന്നെ കാണാൻ പറ്റും ഒരു അടിപൊളി സ്വിമ്മിംഗ് പൂൾ. ഇവിടുത്തെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റിയാണ്. അതായത് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ബിഹേവിയേഴ്സും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ നമ്മുടെ നേരെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ചൂസ് ചെയ്ത, അതായത് ഒരു ബാംബു ട്രീ ഹട്ടാണ് നമ്മൾ ചൂസ് ചെയ്തത്. ഇവിടെ 2 കാറ്റഗറീസിലാണ് റൂംസ് ഉള്ളത്. ഒരെണ്ണം മൗണ്ടൻ വ്യൂസ്, അതായത് നമുക്ക് മലമുകളിലേക്ക് നോക്കി നിൽക്കാൻ പറ്റുന്ന ഒരു വ്യൂസുള്ള റൂമും, മറ്റേത് റിവറിലേക്കുള്ള റൂംസുമാണ്. ഇവിടെ 2 കോട്ടേജാണുള്ളത്. ടോട്ടൽ 3 കോട്ടേജാണ്. പക്ഷേ ഈ ഒരു ട്രീ ഹട്ടിൽ 2 കോട്ടേജാണുള്ളത്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തത് ഈ ഒരു റിവറിൻ്റെ വ്യൂസിലേക്കുള്ള കോട്ടേജാണ്. അപ്പോൾ അതിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളും കാഴ്ചകളൊക്കെ നമുക്ക് ചെന്ന് കാണാം. പിന്നെ ഇവിടുത്തെ ചെക്ക് ഇൻ ടൈം ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഉച്ചയ്ക്ക് 2 മണി തൊട്ട് പിറ്റേ ദിവസം 12 മണി വരെയാണ്. അപ്പോൾ ഇതാണ് ഇവരുടെ ചെക്ക് ഇൻ ടൈം. പിന്നെ ഇവിടുത്തെ ലൊക്കേഷനും ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും മൂന്നാറിൽ നല്ലൊരു അടിപൊളി ഫാമിലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റിസോർട്ട് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റിസോർട്ട് തന്നെയാണ്. അതായത് ഈ ഒരു കാടും ഇവിടുത്തെ ശബ്ദങ്ങളും ഈ ഒരു എന്താ പറയുക അരുവികളും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആയിട്ട് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ്. ക്വാളിറ്റീൻ്റെ കാര്യത്തിനാണെങ്കിലും സ്റ്റാഫ് ബിഹേവിയർ കാര്യത്തിനാണെങ്കിലും എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടേജ് തന്നെയാണ്, ഒരു റിസോർട്ട് തന്നെയാണ് ബാംബു ഡെയർ റിസോർട്ട്. ഇപ്പോൾ നിങ്ങൾ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന റിസോർട്ടാണ് നമ്മൾ ചൂസ് ചെയ്തത്. ഇതൊരു മരത്തിൻ്റെ മുകളിൽ, എക്സാക്റ്റ് ഒരു മരത്തിൻ്റെ മുകളിലുള്ളൊരു കൺസ്ട്രക്ഷനിലൂടെ നിർമ്മിച്ച ഒരു അടിപൊളി പ്രോപ്പർട്ടി തന്നെയാണ്. അവിടേക്ക് ചെല്ലുന്ന സ്ഥലങ്ങളിൽ കാണുന്ന വ്യൂസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേരെ നമ്മുടെ മുമ്പിലുള്ള റൂമാണ് നമ്മൾ ചൂസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അകത്ത് കയറി അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. നിങ്ങൾക്ക് ഇപ്പോൾ പുറത്ത് തന്നെ ഇത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് ഒരു കാട്ടിൻ്റെ നടുവിൽ തന്നെയാണ് ഇതവർ നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ പറയുകയാണ്. അപ്പോൾ നേരെ അകത്ത് ചെന്നിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും വുഡൻ കൊണ്ട്, അതായത് മരം കൊണ്ട് ഇത്രയധികം മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു കോട്ടേജ് തന്നെയാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ ആണെങ്കിലും വെരി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇവർ ഇൻറ്റീരിയർ നിർമ്മിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കാണാൻ പറ്റുമ്പോൾ തന്നെ വ്യൂസൊക്കെ അകത്ത് തന്നെ നമുക്ക് കാടൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പുറത്തേക്കുള്ള ഒരു ബാൽക്കണിയാണ്. ഈ ഒരു ബാൽക്കണിയിലൂടെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് കണ്ടു നോക്കാം. ഈ ഒരു ബാൽക്കണി ഓപ്പൺ ചെയ്ത് തന്നെ നമുക്ക് നേരെ പോകുന്ന വ്യൂസ് എന്ന് പറഞ്ഞാൽ നേരെ ഒരു അടിപൊളി റിവർ വ്യൂസിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് താഴെയുള്ള എല്ലാ വ്യൂസും ഇവിടുന്ന് തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നേരെ താഴെ കാണുന്നതാണ് ഒരു അടിപൊളി റിവേഴ്സാണ്. അവിടെ ചെന്ന് നിങ്ങൾക്ക് കുടിക്കണമെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാം. നേരെ ഫ്രഷ് വാട്ടർ, അതായത് മലമുകളിൽ നിന്ന് വരുന്ന ഫ്രഷ് വാട്ടറാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാൽക്കണി സെറ്റപ്പ്. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഒരു അടിപൊളി ഫീലാണ് നമുക്കുണ്ടാകുന്നത്. അപ്പോൾ ആരെങ്കിലും ഡെഫിനറ്റ്ലി ആയിട്ട് മൂന്നാർ പോകുന്നതിനൊക്കെ ഡെഫിനറ്റ്ലി ആയിട്ട് നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി റിസോർട്ടാണ് ബാംബു ഡെയർ റിസോർട്ട്.
ഇനിയിപ്പോൾ ഞങ്ങൾ ചൂസ് ചെയ്ത കോട്ടേജ് കംപ്ലീറ്റ്ലി പ്രൈവസി ആഗ്രഹിക്കുന്ന കപ്പിൾസിനും അതുപോലെ തന്നെ ഫാമിലീസ് ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോട്ടേജാണ്. ഞങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു കോട്ടേജ് ചൂസ് ചെയ്യുന്നത് വെച്ചാൽ കംപ്ലീറ്റ്ലി പ്രൈവസി ആയിട്ട് സിംഗിളായിട്ടുള്ളൊരു കോട്ടേജാണ്. ഇതിൻ്റെ അപ്പുറത്തുള്ള സെക്കൻഡ് കോട്ടേജ് എന്ന് പറഞ്ഞാൽ 2 റൂംസ് അടുപ്പിച്ചിട്ടുള്ള റൂംസാണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ കംപ്ലീറ്റ്ലി പ്രൈവസി ആയിട്ട് നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് സീസൺ ഡിപ്പെൻഡ്സ് ആണ്. അതായത് ഓരോ സീസൺ അനുസരിച്ച് പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിതിന് പേ ചെയ്യുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 7,500 പെർ ഡേ ആണ്. അപ്പോൾ മറ്റേ 2 ഒരുമിച്ചുള്ള റൂംസ് സെപ്പറേറ്റ് 1 റൂമിന് 6,500 ആണ്. ഇപ്പോൾ ഏകദേശം രാത്രി ഒരു 8:30 ആയി. നമ്മൾ നേരെ സ്വിമ്മിംഗ് പൂൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു. ഒരു അടിപൊളി റൊമാൻറ്റിക് വ്യൂസാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു അടിപൊളി സ്വിമ്മിംഗ് പൂൾ. അതുപോലെ തന്നെ എൻ്റെ കുട്ടിയാണെങ്കിൽ ഒരുപാട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അവിടുത്തെ സ്റ്റാഫിൻ്റെ ബിഹേവിയേഴ്സും കാര്യങ്ങളൊക്കെ അവർ നന്നായിട്ട് പെർഫെക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഡിന്നറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫുഡ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ക്വാളിറ്റിയിൽ അവർ സെർവ് ചെയ്ത് നമ്മൾ റൂമിലേക്ക് വേണമെങ്കിൽ റൂമിലേക്ക് സെർവ് ചെയ്ത് തരും. അതുപോലെ തന്നെ അവർക്ക് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പോയി അവിടെ കഴിക്കുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു, അടിപൊളിയായി ഹാപ്പി ആയിരുന്നു. അതിനുശേഷം മിഡ് നൈറ്റ് ഒരു 12 o'clock ആകുമ്പോൾ നമ്മളെല്ലാവരും ഉറങ്ങിയാണ്. ഇനിയിപ്പോൾ നാളെ രാവിലെ എണീച്ചിട്ടുള്ള വ്യൂസും കാര്യങ്ങളിലേക്ക് പോകാം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഏകദേശം ഒരു 8:30 ആകുമ്പോൾ നമ്മൾ നേരെ എണീച്ച് നിങ്ങളിപ്പോൾ എൻ്റെ മുമ്പിൽ കാണുന്നത് ആ ബാൽക്കണിയിലുള്ള വ്യൂ ആണ്. രാവിലത്തെ മഞ്ഞും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് ആ ഒരു കാടിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ പ്രകൃതി രമണീയമായ ആ കാറ്റും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് കാണുന്നൊരു വ്യൂസാണ് നിങ്ങളുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എൻജോയ് ചെയ്ത് ഫ്രഷായി നേരെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലേക്കാണ് പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഫ്രൂട്ട് സാലഡ് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടി ഒരുപാട് എൻജോയ് ചെയ്തു ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും. അതുപോലെ തന്നെ ഫ്രഷ് ജ്യൂസും കാര്യങ്ങളൊക്കെ അവരവിടെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഡൈനിങ് സെറ്റപ്പ് തന്നെ അവരുടെ ഉണ്ട്. ബഫേ ഉണ്ട്. ഡൈനിങ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഡൈനിങ് സെറ്റപ്പായിരുന്നു അവിടെ. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 12 മണിയാകുമ്പോൾ ചെക്ക് ഔട്ട് ചെയ്യാനുള്ള സമയമാണ്. കാരണം നമ്മൾ നേരെ ഇനി ഇവിടെ നിന്നുള്ളൊരു യാത്ര എന്ന് പറയുന്നത് ഏകദേശം മൂന്നാറിൽ നിന്നും 70 കിലോമീറ്റർ വട്ടവട എന്ന് പറയുന്ന ഒരു ഹില്ലിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ യാത്ര പോകാൻ പോകുന്നത്. ഇവിടുത്തെ സ്റ്റേ എന്ന് പറഞ്ഞാൽ എടുത്ത് പറയേണ്ടതാണ്. കാടും അതുപോലെ തന്നെ പ്രകൃതിയൊക്കെ ഒരുപാട് ആസ്വദിക്കാൻ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും വന്ന് ഡെഫിനറ്റ്ലി ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോട്ടേജ് തന്നെയായിരുന്നു. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾക്ക് ഈ ബാംബൂ ഡെയർ റിസോർട്ടിൽ നിന്ന് ലഭിച്ചത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ മുമ്പിൽ കാണുന്ന കോട്ടേജും കാര്യങ്ങളൊക്കെ നമുക്ക് കോഫി അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സെറ്റപ്പിലാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടുത്തെ എടുത്തു പറയാനുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത് കൂടുതലും സ്വിമ്മിംഗ് പൂൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. വെൽ മെയിൻറ്റൈൻഡ് സ്വിമ്മിംഗ് പൂളായിരുന്നു. അതുപോലെ തന്നെ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ രാത്രി സമയങ്ങളിൽ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ അവർ സെറ്റപ്പ് ചെയ്ത് തരും. അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളും റൂംസൊക്കെ അവർ ഓൾറെഡി അവിടെ നല്ല മുള കൊണ്ട് നിർമ്മിച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നാലാവുന്ന രീതിയിലൊക്കെ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ എന്തെങ്കിലും ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇവിടുത്തെ ഡയറക്റ്റ് റിസപ്ഷൻ്റെ നമ്പേഴ്സ് മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ക്ലാരിറ്റിയോ വേണമെങ്കിൽ വിളിച്ച് ചോദിച്ച് ഇങ്ങോട്ട് വരാവുന്നതാണ്. അതുപോലെ തന്നെ ഓരോ യാത്രകളും നമ്മൾ ഓരോരോ യാത്ര ചെയ്യുമ്പോഴും കൂടുതലും നമ്മൾ ആഗ്രഹിക്കുന്നത് കാടിനോടും അതുപോലെ തന്നെ മലമുകളിലൊക്കെ താമസിക്കാൻ വേണ്ടിയാണ്. എല്ലാവരും ഫാമിലി ആയിട്ടാണെങ്കിലും ബാച്ചിലേഴ്സ് ആയിട്ടാണെങ്കിലൊക്കെ കൂടുതലും പ്രിഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും കൂടുതലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു റിസോർട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ചെക്കൗട്ടും ബാഗേജും കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടിയിലൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ബാംബൂ ഡെയർ റിസോർട്ടിൽ നിന്നും വിട പറയുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ട്രിപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരെ ഇവിടുന്ന് വട്ടവട എന്ന് പറയുന്ന ഹില്ലിൻ്റെ ടോപ്പിൽ, അതായത് 4x4 ഓഫ് റോഡിങ് ചെയ്ത് വട്ടവട ഹില്ല് മലയുടെ മുകളിൽ കയറി അവിടെ ഒരു അടിപൊളി പ്രോപ്പർട്ടി ഉണ്ട്. അവിടെ പോയിട്ട് താമസിക്കുന്നതാണ് അടുത്ത നമ്മുടെ വീഡിയോസ്. അപ്പോൾ ആരും നമ്മുടെ വീഡിയോസ് മിസ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ എന്താ പറയുക ട്രാവലിംഗ് ഒക്കെ ആഗ്രഹിക്കുന്ന ഫാമിലി എല്ലാവർക്കും നിങ്ങൾ അയച്ചു കൊടുക്കുക ഈ വീഡിയോസ്. ആരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നേരെ നമ്മൾക്ക് ഇനി വട്ടവടയിലെ വീഡിയോ മാറ്റി കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ ഗൈസ്, ബി ഹാപ്പി, താങ്ക്സ് ഫോർ വാച്ചിങ്.